ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഇന്ന് കാവുണ്യാഹാണ്. ഞാൻ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് കാവുണ്യാഹം എന്ന് ഉള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തിനാണ് ആദ്യം തന്നെ ചെയ്തതെന്ന് വെച്ചാൽ, എന്നാലും നിങ്ങൾക്ക് ഈ ഒരു പൂജ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാട്ടോ അങ്ങനെ ആദ്യം ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ആ പൂജ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ വർഷത്തെയല്ല, അടുത്ത വർഷത്തേക്കുള്ളതാണ് ചെയ്തത്. ഇപ്പോൾ ശിവരാത്രി നമുക്ക് ഫെബ്രുവരിയിൽ വരികയാണ്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് പൂജ നടത്തണം. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൂജയുടെ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ ഓരോ ഭാഗത്തുള്ളത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇതൊരു ചെറിയ ഷോർട്ടായിട്ട് ഇട്ട വീഡിയോ ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫുള്ളായിട്ട് കാണാം. ഇതിൽ ആ ഒരു ദിവസത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാഗത്താങ്കാവാണ്. അവിടുത്തെ ഒരുക്കങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ നമുക്ക് ബ്രഹ്മരക്ഷസ് ഉണ്ട്. അപ്പോൾ അവിടെ രാവിലെ നമ്മൾ പൂജ നടത്തും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാഗങ്ങളുള്ള കാവിൽ പൂജയ്ക്ക് മുന്നേ അവർ പായസവും അപ്പമൊക്കെ പ്രിപ്പയർ ചെയ്യും. അതുപോലെ അതിന് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ അവർ റെഡിയാക്കി വയ്ക്കും. അതൊക്കെ ചെയ്യുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂട്ടോ. ഇവിടെ ഇതാ ഈ ഒരു ദിവസത്തെ പൂജയ്ക്ക് വേണ്ട പൂക്കളും തുളസിയും ഒക്കെ എല്ലാവരും റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. നമുക്കതിൻ്റെ ഇല മാത്രമല്ല വേണ്ടത്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇതാ ഇവരൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അതിപ്പോൾ കുറേ പണി അടുക്കളയിൽ കഴിഞ്ഞിട്ട് ഇന്നൊരു ദിവസത്തേക്ക് വേണ്ട എല്ലാ ഫുഡിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഇവർ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും കുറേ ആളുകളുണ്ട്. നമുക്ക് പോണ വഴി നമുക്ക് എല്ലാവരെയും കാണാം. ഇന്നൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. എല്ലാവരും കൂടെ കൂടി പണിയെടുത്ത് സംസാരിച്ച് തമാശ പറഞ്ഞ് ഒരു അടിപൊളി ദിവസമായിരിക്കും നമുക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു ദിവസത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണാം. ഞാനിതിൽ ഒരുപാട് വീട്ടിലെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അധികവും പൂജേൻ്റെ വീഡിയോസാണുള്ളത്. അത് വെച്ച് ഫുൾ പൂജ ഞാൻ കവർ ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് എല്ലാ ഭാഗങ്ങളും ഉണ്ട് ഇതിൽ. ഇന്ന് ആദ്യം നടക്കുന്നത് ഈ ബ്രഹ്മരക്ഷസിലെ പൂജയാണ് കേട്ടോ. അപ്പോൾ അവിടെ പൂജ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും തൊഴാൻ വേണ്ടി വന്നിട്ടുണ്ട്. പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് നിവേദിക്കാൻ. അപ്പോൾ ഇവിടെ എല്ലാവരും തൊഴുത് പ്രസാദം വാങ്ങി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി എല്ലാവരും നല്ല അടിപൊളി പാൽപ്പായസം കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രസാദം പാൽപ്പായസമാണ്.
രാവിലെ ബ്രഹ്മരക്ഷസിലെ പൂജ കഴിഞ്ഞു. ഇനി ഇതാ വൈകുന്നേരമാണ് നമുക്ക് നമ്മുടെ നാഗക്കാവിൽ പൂജ ഉള്ളത്. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം മുതൽ അവിടെ പ്രിപ്പറേഷൻസ് തുടങ്ങും. 3 വിധം പായസമൊക്കെ വേണം. അങ്ങനെ ഒരുപാട് പ്രിപ്പറേഷൻ അവർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളവിടെ എത്തിച്ചു കൊടുക്കും. എല്ലാം കാവിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി വീട്ടിലുള്ള എല്ലാവരും ഓടി നടക്കുകയാണ്. നല്ല രസമാണ്. എല്ലാവരും എൻജോയ് ചെയ്തിട്ട് കൊണ്ട് കൊടുക്കലും എടുത്തുകൊണ്ട് വരലും. ഒരു 100 തവണയെങ്കിലും ഒരാൾ വീട്ടിൽ പോയി തിരിച്ചു വരും. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരണമല്ലോ. അപ്പം അങ്ങനെ ആണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇവിടെ പ്രിപ്പറേഷൻസ് തുടങ്ങി. അവരവിടെ കുക്ക് ചെയ്യാണ്. കളങ്ങൾ വരയ്ക്കാനുണ്ട്. അപ്പോൾ അതാ ഓരോ പരിപാടിയായിട്ട് നമുക്ക് കാണാം. ഇവിടുത്തെ ഓരോ വിശേഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ.
അപ്പോൾ ഇതാ പൂജയൊക്കെ കഴിഞ്ഞു, പ്രസാദമൊക്കെ വാങ്ങി. ഇനി പായസം എല്ലാവർക്കും കൊടുക്കണം. എല്ലാവർക്കും വീട്ടിലേക്ക് കൊണ്ടുപോകാനും പാക്ക് ചെയ്ത് കൊടുക്കും. അവിലും മലരും ഉണ്ണിയപ്പവും അതുപോലെ 3 നേരം പായസം. ഒരു പായസമാണ് എല്ലാവർക്കും കൊണ്ടുപോകാൻ കൊടുക്കാൻ ഉണ്ടാവാറുള്ളത്. ബാക്കിയെല്ലാം കുറച്ച് അപ്പോൾ കഴിക്കാൻ വേണ്ടി പാകത്തിന് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇതാ അതിൻ്റെ പരിപാടികളിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ ഇനിയൊരു ജഗപൊകയാണ്. അടിപൊളിയായി എല്ലാവരും എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതാ കുറേ തമാശ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും എല്ലാവരും എൻജോയ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.